ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ടുള്ള കോഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. 2 ലെയറായിട്ട് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഫി പുഡിങ്ങാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ പുഡിങ്ങിൻ്റെ ബേസായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ കൊടുക്കുന്നത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 22 ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് എണ്ണത്തിൻ്റെ കണക്കൊന്നുമില്ല. നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് വേണ്ട ബേസായിട്ട് കൊടുക്കാൻ വേണ്ട ബിസ്ക്കറ്റ് എടുക്കണം. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബിസ്ക്കറ്റ് അരൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ആകുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ തന്നെ പൊടിച്ചെടുത്താൽ അത്യാവശ്യം പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ ബിസ്ക്കറ്റ് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുഴച്ച് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുട്ടിനൊക്കെ നനച്ചിട്ടുള്ള ആ ഒരു രൂപത്തിൽ കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരുപോലെ എല്ലാ ഭാഗത്തേക്കും പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ പെട്ടെന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ ഇത് നന്നായിട്ട് സെറ്റായി കിട്ടും. ഇനി സെക്കൻഡ് ലെയർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജലാറ്റിനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് 3 ടീസ്പൂണ് ജലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹലാലായിട്ടുള്ള ജലാറ്റിനാണ് കേട്ടോ. ഇതിലേക്കൊരു 1/2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 15 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി പുഡിങ്ങിലേക്ക് 500 മില്ലി പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് മധുരം നോക്കിയതിന് ശേഷം പഞ്ചസാര വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ട് മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന ജലാറ്റിന് ഞാനിതുപോലെ കുറച്ച് ചൂടുള്ള വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബ്രൂ കോഫിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കയ്പ്പ് വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കോഫിയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ജലാറ്റിനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചൂടോട് കൂടി ഒഴിച്ചെടുക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ കുതിർന്നു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജലാറ്റിന് എടുത്തത് കേട്ടോ. ജലാറ്റിന് ചൂടാറി കഴിഞ്ഞാലും സെറ്റാവില്ല. പക്ഷേ നമ്മൾ ചൈന ഗ്രാസ് എടുക്കുകയാണെങ്കിൽ ഇത് ചൂടാറി കഴിയുമ്പോഴത്തേന് സെറ്റായി വരും കേട്ടോ. പുറത്ത് വെച്ചാൽ തന്നെ ചൈന ഗ്രാസ് ആകുമ്പോൾ പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ ഇത് ജലാറ്റിന് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രമേ സെറ്റാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ബിസ്ക്കറ്റും ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പതുക്കെ ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് ഇതിൻ്റെ മുകളിൽ അല്പം നട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ നട്ട്സ് ഇട്ട് കൊടുത്താൽ എല്ലാ അടിയിലേക്ക് താഴ്ന്നു പോകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റായതിന് ശേഷം, ഒന്ന് സെമി സെറ്റായതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നട്ട്സ് ഇട്ട് കൊടുത്താലും താഴ്ന്നു പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതുപോലെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ കോഫി പുഡിംഗ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഈ ആരോ റൂട്ട് ബിസ്ക്കറ്റും കോഫിയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണിത്. സിമ്പിളായിട്ടുള്ള പുഡിങ്ങുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.